Hello, dear students. Last week in the lecture for this open course program, I, Ashwin Vijayan of the Department of English, Samurins Guru Ayappan College, started introducing you to G.K. Chesterton and his witty and humorous essay on running after one's hat, which essentially talks about the idea of looking at life differently. നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ വ്യത്യസ്തമായി നോക്കിക്കാണുന്നതിലൂടെ എങ്ങനെയാണ് നമ്മളുടെ ചിന്താഗതി തന്നെ മാറുന്നത് എന്നും നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിട്ട് ഇൻകൺവീനിയൻസസ് ആയി തോന്നുന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് ചെസ്റ്റർട്ടൺ ഈ എസ്സേയിലൂടെ ചർച്ച ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. വി looked at the first two paragraphs, the opening paragraphs of this essay. അതിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് he talks about how he is out of London and London is flooding, and he talks about his area of London, the place where he stays in London, as could be looking really beautiful and how he's missing out on. So he says this is a romantic view, to look at disaster and see something pleasurable. ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അതിനെക്കുറിച്ച് വേവലാതിപ്പെടാൻ ഇടയാകുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിനെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഭംഗി കൂട്ടുന്ന ഒരു കാര്യമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിനെ അദ്ദേഹം ന്യായീകരിക്കുകയാണ്. രണ്ടാമത്തെ പാരഗ്രാഫിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നു, ദിസ് ഇസ് ജസ്റ്റ് ഹൗ ഹി വ്യൂസ് ദ വേൾഡ്. ലോകത്തെ അദ്ദേഹം നോക്കിക്കാണുന്ന കാഴ്ചപ്പാട് അങ്ങനെയാണ്. ജസ്റ്റ് ലൈക്ക് ഹൗ എ ചൈൽഡ് വുഡ് ലുക്ക് അറ്റ് a delayed train as an opportunity to explore the world of the railway station. How the world of the railway station would look like a fantastic dream world to him. അപ്പോൾ ആ ഒരു കുട്ടി ലോകത്തെ നോക്കി കാണുന്ന അതേ കൗതുകത്തോടു കൂടി ലോകത്തെ നോക്കി കാണുന്ന ഒരാളാണ് താനെന്നും ചെസ്റ്റർട്ടൺ അവകാശപ്പെടുന്നു. ഹൗ ഡസ് ഇറ്റ് ടേക്ക് ദിസ് ഐഡിയ ഫർദർ? ഈ ഐഡിയ എങ്ങനെയാണ് ഇദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. He continues, for instance, there is a current impression that it is unpleasant to have to run after one's hat. Why should it be unpleasant to the well-ordered and pious mind? Not merely because it is running, and running exhausts. The same people run much faster in games and sports. The same people run much more eagerly after an uninteresting little leather ball than they will after a nice silk hat. So now he is finally introduced. In this third paragraph, he has finally introduced the subject of his title. He says there is a current prevalent idea that it is unpleasant to run after one's hat. ഒരാളുടെ തൊപ്പി പറന്നു പോയി കഴിഞ്ഞാൽ അതിന് പിന്നാലെ ഓടുന്നത് ഒരു സുഖമല്ലാത്ത കാര്യമാണ്, അൺപ്ലസൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പൊതുവെ ഒരു ധാരണയുണ്ടെന്നും അതിനെ ചോദ്യം ചെയ്യുകയാണ് ചെസ്റ്റർട്ടൺ ഇവിടെ ചെയ്യുന്നത്. എന്തുകൊണ്ടാണത്? ടു എ വെൽ ഓർഡേർഡ് ആൻഡ് പയസ് മൈൻഡ്, കൃത്യമായി ചിന്തിക്കുന്ന നല്ല ചിന്താശേഷിയുള്ള പയസ് എന്ന് പറഞ്ഞാൽ റിലീജിയസ് ആയിട്ടുള്ള മനസ്സുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഓർഡേർഡായിട്ട് കാര്യങ്ങളെയൊക്കെ കൃത്യമായി നോക്കിക്കാണുന്ന ഒരാൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നേണ്ട യാതൊരു കാര്യമില്ല. ഓടുക എന്ന് പറഞ്ഞാൽ അത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എക്സ്ഹോസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ആളെ തളർത്തുന്ന ഒരു കാര്യമാണ്, അത് മനസ്സിലാക്കാം. പക്ഷെ അതല്ല കാര്യം. ഇത് തൊപ്പിയുടെ പിന്നാലെ ഓടുന്നതിന് പരാതി പറയുന്ന പല ആളുകളും ഒരു കളിയുടെ ഭാഗമായി, വിനോദത്തിൻ്റെ ഭാഗമായിട്ട് ഓടുവാൻ, വളരെ വേഗത്തിൽ ഓടുവാനും ഒരു പന്തിൻ്റെ അൺഇൻട്രസ്റ്റിംഗ് ലെതർ ബോൾ എന്നാണ് പറയുന്നത്, ഒരു ലെതർ ബോളിൻ്റെ പിന്നാലെ വലിയ വിലയൊന്നുമില്ലാത്ത ഒരു പന്തിന് പിറകിൽ ഓടുവാൻ അവർ തയ്യാറാകും. ആ മനുഷ്യർ എന്തുകൊണ്ടാണ് വളരെ വിലയുള്ള, കാണാൻ സൗന്ദര്യമുള്ള ഒരു സിൽക്ക് തൊപ്പിയുടെ പിറകിൽ ഓടാൻ തയ്യാറാകാത്തത്? അങ്ങനെ, അതായത് നമ്മൾ പറഞ്ഞു പാരഡോക്സിക്കൽ ആയിട്ടുള്ള ചിന്താഗതിയുള്ള ഒരാളാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ he is also somebody, Chesterton, we can see here, is somebody who looks at things that are seemingly ordinary and he turns them inside out. സാധാരണമായി തോന്നുന്ന ഒരു കാര്യത്തെ വ്യത്യസ്തമായൊരു വീക്ഷണകോണിൽ നിന്ന് നോക്കി കണ്ടുകൊണ്ട് അതിൻ്റെ വേറൊരു വശം നമ്മൾക്ക് കാണിച്ചു തരികയാണ്. ഒരു സ്പോർട്സ്
കളിക്കുന്നതിനിടയിൽ, ഒരു കളി കളിക്കുന്നതിനിടയിൽ പന്തിന് പിന്നാലെ ഓടുന്നതിനെ നമ്മൾ ഒരിക്കലും ഒരു തൊപ്പിക്ക് പിന്നാലെ ഓടുന്ന ഒരാളുമായിട്ട് താരതമ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ അദ്ദേഹം ആ താരതമ്യമാണ് ചെയ്യുന്നത്. He continues, there is an idea that it is humiliating to run after one's hat. And when people say it is humiliating, they mean that it is comic. It certainly is comic, but man is a very comic creature. And most of the things he does are comic. Eating, for instance. And the most comic things of all are exactly the things that are most worth doing, such as making love. A man running after a hat is not half so ridiculous as a man running after a wife. ഇവിടെ ആദ്യം ഓടുന്നത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ ചിന്ത വരുന്നത് എന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്നു. എന്നിട്ട് അതിനെ റെഫ്യൂട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ എസ്സേയിൽ കാണുന്ന മറ്റൊരു ക്വാളിറ്റിയാണ്. അടുത്ത ആർഗ്യുമെന്റ് മുന്നോട്ട് വയ്ക്കുന്നു, അതിനെ റെഫ്യൂട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ആർഗ്യുമെന്റ് എന്താണ്? ദർ ഈസ് എൻ ഐഡിയ ദാറ്റ് ഇറ്റ് ഈസ് ഹ്യൂമിലിയേറ്റിംഗ് ടു റൺ ആഫ്റ്റർ വൺസ് ഹാറ്റ്. തൊപ്പിക്ക് പിന്നാലെ ഓടുന്നത് നാണം കെടുത്തുന്ന ഒരു കാര്യമാണ്. ഹ്യൂമിലിയേറ്റിംഗ്, നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നാണക്കേടുണ്ടാക്കുന്നത്? he says when people say it is humiliating, they mean it is comic. കണ്ടാൽ മറ്റുള്ളവർക്ക് ചിരി തോന്നിക്കുന്ന, തമാശ തോന്നിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിന് ഹ്യൂമിലിയേറ്റിംഗ് ആയിട്ട് ആൾക്കാർ പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ മനുഷ്യൻ സ്വാഭാവികമായി കോമിക്കായിട്ടുള്ള ഒരു ജീവിയാണ്, തമാശ ജനിപ്പിക്കുന്ന ഒരു ജീവിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാദം ഇതാണ്. കഴിക്കുമ്പോൾ മനുഷ്യന് ഏറ്റവും പ്ലഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനുഷ്യൻ കോമിക്കായിട്ട് അനുഭവപ്പെടുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ ഫോട്ടോയോ വീഡിയോ ആരെങ്കിലും എടുത്താൽ നമ്മൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം, നമ്മളെ കാണാൻ ഒരു കോമാളിയെ പോലെ തോന്നിക്കും. ഇതേപോലെ തന്നെയാണ് മനുഷ്യന് ഏറ്റവും ആസ്വാദ്യകരമായ പല കാര്യങ്ങളും, ദ തിങ്സ് വർത്ത് ഡൂയിങ്, നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്ന പല കാര്യങ്ങളും. ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് ലവ് മേക്കിംഗ് ഓർ സെക്സ്. So when two human beings are having sex or making love, they are in an extremely comic position for an external viewer. പുറത്ത് നിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് ഒട്ടും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നതായിരിക്കില്ല. കണ്ടാൽ പലപ്പോഴും ഒരു രണ്ട് കോമാളികളെ പോലെ തോന്നിക്കാവുന്ന കാര്യം കൂടിയാണ് അത്. അപ്പോൾ എ മാൻ റണ്ണിങ് ആഫ്റ്റർ ഹാറ്റ് ഇസ് നോട്ട് ഹാഫ് സോ റിഡിക്കുലസ്. ഈ പറഞ്ഞ കാര്യങ്ങളുടെ അത്രയൊന്നും റിഡിക്കുലസ് ആയിട്ടുള്ള അല്ലെങ്കിൽ തമാശ തോന്നിക്കുന്ന കോമിക്കലായിട്ടുള്ള കാര്യമല്ല തൊപ്പിക്ക് പിന്നാലെ ഓടുക എന്നുള്ളത്. ഇറ്റ് ഈസ് നോട്ട് ഈവൻ ഹാഫ് എസ് റിഡിക്കുലസ് ആസ് എ മാൻ റണ്ണിങ് ആഫ്റ്റർ എ വൈഫ്. ഒരു ഭാര്യയെ തേടിക്കൊണ്ട് ഒരു പുരുഷൻ ഓടുന്നതിന് അത്ര പോലും റിഡിക്കുലസ് അല്ലാത്ത. ഹി ഈസ് ഓൾസോ ടോക്കിംഗ് അബൌട്ട് ദ മെറ്റഫോറിക്കൽ റണ്ണിങ് ബിഹൈൻഡ് each other, or a man looking for a partner, that metaphorical running. He is saying that this is not even as ridiculous. ഒരു സ്ത്രീയെ ആകർഷിക്കുവാൻ വേണ്ടി പുരുഷൻ നടത്തുന്ന കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, കോമാളിത്തങ്ങൾ, അതിനത്ര പോലും കോമാളിത്തമല്ല തൻ്റെ തൊപ്പിക്ക് പിന്നാലെ ഒരു മനുഷ്യൻ ഓടുന്നതിന് എന്ന് അദ്ദേഹം പറയുന്നു. Now, a man could, if he felt rightly in the matter, run after his hat with the manliest ardor and the most sacred joy. He might regard himself as a jolly huntsman pursuing a wild animal. For certainly no animal could be wilder. In fact, I am inclined to believe that hat hunting on windy days will be the sport of the upper classes in the future. There will be a meet of ladies and gentlemen on some high ground on a gusty morning. They will be told that the professional attendants have stuck a hat in such and such a thicket, or whatever be the technical term. Notice that this employment will in the fullest degree combine sport with humanitarianism. The hunters would feel that they were not inflicting pain. Nay, they would feel that they were inflicting pleasure, rich, almost righteous pleasure, upon the people who were looking on. When last I saw an old gentleman running after his hat in Hyde Park, I told him that a heart so benevolent as his ought to be filled with peace and thanks at the thought of how much unaffected pleasure his every gesture and bodily attitude were at the moment giving to the crowd. So he's once again turning things inside out and making fun of the existing norms. നമ്മൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യുകയും ഇപ്പോൾ നിലനിൽക്കുന്ന ചിന്താരീതിയെ കളിയാക്കുകയുമാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത്, ഈവൻ ഇഫ് പീപ്പിൾ തിങ്ക് ദാറ്റ് റണ്ണിങ് ആഫ്റ്റർ എ ഹാറ്റ് ഇസ് എ കോമിക് തിങ്,
ഇറ്റ് കുഡ് ബി എ മാൻലിയസ്റ്റ് തിങ് ആൻഡ് എ തിങ് ദാറ്റ് ഇൻഡ്യൂസസ് സേക്രഡ് ജോയ്. വളരെ പൗരുഷം നിറഞ്ഞ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമായി മാറാനും അതിന് കഴിയും. തൊപ്പിക്ക് പിന്നാലെ ഓടുക എന്നുള്ള വിനോദത്തിന് കഴിയുമെന്ന് അദ്ദേഹം പറയും. ഇത് ഭാവിയിൽ വേട്ടയാടുന്നത് പോലെ ഉള്ള ഒരു വിനോദമായി, അപ്പർ ക്ലാസിൻ്റെ വിനോദമായി മാറാനും സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു വേട്ടക്കാരൻ വേട്ടമൃഗത്തെ തേടിപ്പോകുന്നത് പോലെ തന്നെ ഒരാൾ തൊപ്പിയെ തേടിപ്പോകുന്നത് അതിന് തുല്യമാണ്. കാരണം ഒരു തൊപ്പി എന്ന് പറയുന്നത്, കാറ്റത്ത് പാറിപ്പോകുന്ന ഒരു തൊപ്പി ഏത് വേട്ടമൃഗത്തിൻ്റെ അത്രയും വൈൽഡാണ്, അൺകൺട്രോളബിൾ ആണ് എന്ന് അദ്ദേഹം വാദിക്കുന്നു. ഇൻഫാക്ട് ഐ ആം ഇൻക്ലൈൻ ടു ബിലീവ് ദാറ്റ് ദ ഹാറ്റ് ഹണ്ടിങ് ഓൺ വിൻഡി ഡേയ്സ് വിൽ ബി ദ സ്പോർട്ട് ഓഫ് ദ അപ്പർ ക്ലാസ്സസ് ഇൻ ദ ഫ്യൂച്ചർ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരികളിൽ ഒന്നാണ്, ഈ എസ്സേയിലെ പ്രധാനപ്പെട്ട വരികളിൽ ഒന്നാണ്. ഇവിടെ അതിയായ ഒരു സാമൂഹിക വിമർശനമാണ് അദ്ദേഹം ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇന്ന് ഇതിനെ പുച്ഛിച്ച് കാണുന്ന അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾ, വെൽ ഓഫ് ആയിട്ടുള്ള പണക്കാരായിട്ടുള്ള ആളുകൾ ഭാവിയിൽ ഇതിനെ ഒരു വിനോദമായി കണ്ട്, ഒരു സ്പോർട്ടായി കണ്ട്, ഗോൾഫോ ഹണ്ടിങ്ങോ പോലെയുള്ള ഒരു സ്പോർട്ടായി കണ്ട് ഇത് പെർസ്യൂ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. കാറ്റുള്ള ഒരു ദിവസം ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു ഗ്രൗണ്ടിൽ തടിച്ചുകൂടുകയും അവിടെ പ്രൊഫഷണലായിട്ടുള്ള അറ്റൻഡർമാർ അവർക്ക് വേണ്ടി ഒരു പൊന്തക്കാട്ടിൽ നിന്ന് തൊപ്പി പറത്തി വിടുകയും അതിന് പിന്നാലെ ഇവർ ഓടിപ്പോവുകയും ചെയ്യുന്ന കാഴ്ചയൊക്കെ ഭാവിയിൽ നമുക്ക് കാണേണ്ടി വരും എന്ന് പറയുന്നു. ഇത് വെറും വിനോദം മാത്രമായിട്ടല്ല, പക്ഷെ ഹ്യൂമാനിറ്റേറിയനിസം, ഒരു മനുഷ്യത്വപരമായ പ്രവൃത്തിയായി കൂടി അവരതിനെ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ അറ്റൻഡർമാരായി നിൽക്കുന്നവർക്ക് ജോലി കൊടുക്കുകയാണ്, അതേപോലെ തന്നെ കാഴ്ചക്കാർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു ജോലിയായും അവർ ഇതിനെ ഭാവിയിൽ കാണുവാൻ സാധ്യതയുണ്ട് എന്നും ചെസ്റ്റർട്ടൺ പറയുന്നു. അപ്പോൾ ചെസ്റ്റർട്ടൺ പറയുകയാണ്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഹൈഡ് പാർക്ക് എന്ന് പറയുന്നിടത്ത്, ലണ്ടനിലെ ഹൈഡ് പാർക്കിൽ ഒരാൾ തൊപ്പിക്ക് പിറകെ ഓടുന്നത് കണ്ട സമയത്ത് ഞാൻ അയാളോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഹൃദയം വളരെ വിശാലമാണ്. ഇത് അദ്ദേഹത്തെ കണ്ടു നിൽക്കുന്നവർക്ക് ഇത്രയും ആനന്ദവും അതിരില്ലാത്ത സന്തോഷവും നൽകാൻ സാധിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ വളരെ പരിശുദ്ധമായ ഹൃദയത്തിൽ നിന്ന്, ബെനവലൻ്റ് ആയിട്ടുള്ള വളരെ വിശാലമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒന്നാണ് എന്നും അദ്ദേഹം അവസാനമായി തൊപ്പി തേടി പോകുന്ന ആളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു എന്ന് ചെസ്റ്റർട്ടൺ പറയുകയാണ്. സോ ഹി ഈസ് ലിങ്കിങ് ഓൾ ഓഫ് ദീസ് ഐഡിയാസ് ടുഗെദർ. Then he says, the same principle can be applied to every other typical domestic worry. അതായത് ഇതുവരെ പറഞ്ഞിട്ടുള്ള ഈ തൊപ്പിയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇദ്ദേഹം ഇതുവരെ പറഞ്ഞത്? ആദ്യം ഫ്ലഡിനെ കുറിച്ച് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നത് കുട്ടി ട്രെയിൻ കാത്തു നിൽക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ലോകത്തെ മറിച്ച് കാണുന്നതിൽ, സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞു. അതിൽ നിന്ന് പ്രധാന വിഷയത്തിലേക്ക് കടന്നു. എന്താണ് തൊപ്പി പറന്നു പോകുമ്പോൾ പിടിക്കാൻ പോകുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. ആ ആളുകൾ എങ്ങനെയാണ് ഇത് ഭാവിയിൽ ഒരു വിനോദമാകാൻ പോകുന്നത് എന്നും പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ നമ്മളിപ്പോൾ തൊപ്പിയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മളുടെ വേൾഡ് വ്യൂ തന്നെ തിരിച്ച് കാണുകയാണ് ചെയ്തത്. ആ കാഴ്ച, മറിച്ച് കാണൽ നമ്മൾ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകൾക്കും, പല ഡൊമസ്റ്റിക് ആയിട്ടുള്ള വീട്ടിൽ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകാം എന്ന് അദ്ദേഹം പറയുന്നു. A gentleman trying to get a fly out of the milk or a piece of cork out of his glass of wine often imagines himself to be irritated. Let him think for a moment of the patience of anglers sitting by dark pools, and let his soul be immediately irradiated with gratification and repose. Again, I have known some people of very modern views driven by their distrust to the use of theological terms to which they attached no doctrinal significance, merely because a drawer was jammed tight and they could not pull it out. A friend of mine was particularly afflicted in this way. Every day his drawer was jammed, and every day in consequence it was something else that rhymes to it. So he's introducing another set of things. He says, നമ്മൾക്ക് പൊതുവെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഏതൊരു ബുദ്ധിമുട്ടിനെ നമ്മൾ ഇതുപോലെ ചിന്താഗതി മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതാണ്, ആ പ്രശ്നത്തിലെ ബുദ്ധിമുട്ടിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് എന്ന് പറയുന്നു. ദ വേ വി ലുക്ക് അറ്റ് തിങ്സ് ഇസ് ദ പ്രോബ്ലം എന്നാണ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ ശ്രമിക്കുന്നത്. എ ജെന്റിൽമാൻ ട്രൈങ് ടു ഗെറ്റ് എ ഫ്ലൈ ഔട്ട് ഓഫ് ദ മിൽക്ക്, അതായത്
പാലിൽ വീണിട്ടുള്ള ഒരു ഈച്ച എടുത്ത് കളയാനോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ വീണിട്ടുള്ള മുടിയോ ഈച്ചയോ എടുത്ത് കളയാൻ ശ്രമിക്കുന്നതാണ്. അതേപോലെ തന്നെ വൈൻ ഒഴിക്കുന്നതിനിടയിൽ വൈൻ കുപ്പി അടച്ചു വെച്ചിരിക്കുന്ന കോർക്ക് വൈൻ ഗ്ലാസ്സിൽ വീണുപോയി അതെടുത്ത് പുറത്തിടാൻ ശ്രമിക്കുന്നവരാണ്. ഇവർക്ക് രണ്ടുപേർക്കും തോന്നുന്നത് എന്താണ്? ആകെ ബുദ്ധിമുട്ടായല്ലോ, ഒരു ഇറിറ്റേഷൻ തോന്നുന്നു. ആ ഇറിറ്റേഷൻ തോന്നുന്നതിന് പകരം തങ്ങൾ ചെയ്യുന്ന ആ പ്രവൃത്തി ലിക്വിഡിൽ നിന്ന് മറ്റൊരു സാധനത്തെ എടുക്കുകയാണ്. ഈ ഒരു പ്രവൃത്തിയെ ഒരു മീൻപിടുത്തക്കാരൻ്റെ ക്ഷമയോടുകൂടിയുള്ള പ്രവൃത്തിയുമായിട്ട് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ഇറിറ്റേഷൻ ഇല്ലാതാകും എന്നാണ് ചെസ്റ്റർട്ടൺ അവകാശപ്പെടുന്നത്. ഹിസസ് ഇതുപോലെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു സുഹൃത്തിനെ എനിക്കറിയാം. എല്ലാ ദിവസവും അതായത് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ people who use theological terms to which they attach no doctrinal significance, അതായത് ഈശ്വരനാമം വിളിച്ചുകൊണ്ട് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ദൈവനാമം ഉപയോഗിക്കുന്ന ആളുകൾ, പക്ഷെ അവർ ദൈവനാമം ഉപയോഗിക്കുന്നത് ദൈവഭക്തി കൊണ്ടല്ല, അതായത് തെറിയായി ദൈവനാമം ഉപയോഗിക്കുന്ന ആളുകളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കാരണം ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് വളരെ ഇത് ഒരു ശല്യമായല്ലോ എന്ന് തോന്നി അതിനൊപ്പം തെറിയ വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടാകാം. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. എനിക്കും ഇങ്ങനൊരു സുഹൃത്തുണ്ടായിരുന്നു എന്ന് ചെസ്റ്റർട്ടൺ പറയുന്നു. എല്ലാ ദിവസവും ഒരു ഡ്രോയർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു വലിപ്പുണ്ട്. ആ വലിപ്പ് ജാമാകുമ്പോൾ എത്ര വലിച്ചാലും പോരില്ല. അപ്പോൾ വലിക്കുമ്പോൾ എല്ലാ ദിവസവും അദ്ദേഹം പുതിയ പുതിയ തെറിവാക്കുകൾ ഉപയോഗിക്കുന്നതായിട്ടാണ് ചെസ്റ്റർട്ടൺ വിശേഷിപ്പിക്കുന്നത്. But I pointed out to him that this sense of wrong was really subjective and relative. It rested entirely upon the assumption that the drawer could, should, and would come out easily. But if, I said, you picture to yourself that you are pulling against some powerful and oppressive enemy, the struggle will become merely exciting and not exasperating. Imagine that you are tugging up a lifeboat out of the sea. Imagine that you are roping up a fellow creature out of an alpine crevice. Imagine even that you are a boy again and engaged in a tug of war between French and English. Shortly after saying this, I left him, but I have no doubt at all that my words bore the best possible fruit. I have no doubt that every day of his life he hangs to the handle of that drawer with a flushed face, eyes bright with battle, uttering encouraging shouts to himself and seeming to hear all around him the roar of an applauding ring. So, he says, ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സുഹൃത്തിൻ്റെ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഞാൻ അവനോട് പറയുകയും ചെയ്തു എന്ന് പറയുന്നത്. ഈ കാഴ്ചപ്പാടാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡ്രോയറെ വലിക്കാൻ ശ്രമിക്കുന്ന ഈ വലിപ്പിനെ അത് അനായാസം പോരേണ്ട ഒന്നാണെന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നു? അതിന് പകരം ഇതൊരു ശത്രുവിനെ പോലെ അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തിയായി തന്നെ കണ്ടുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ ആകേണ്ടതാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറുമെന്നാണ് പറയുന്നത്. അതായത് വളരെ ശക്തനായ ഒരു ശത്രുവിനെ വലിച്ചു തോൽപ്പിക്കുന്നതിന് തുല്യമായി സ്വയം ഇമാജിൻ ചെയ്യുക. അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി കടലിൽ നിന്ന് ഒരു കപ്പൽ വലിച്ച് അകത്തേക്കിട്ട് ഒരു ബോട്ട് വലിച്ച് കരയിലേക്ക് കയറ്റുന്നത് പോലെ ചിന്തിക്കുക. അല്ലെങ്കിൽ ഒരു ജീവിയെ കുഴിയിൽ നിന്ന് രക്ഷിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഒരു കുഴിയിൽ അകപ്പെട്ടു പോയൊരു മനുഷ്യനെ വലിച്ച് കരകയറ്റാൻ ശ്രമിക്കുന്നതായിട്ട് സ്വയം ചിന്തിക്കുക. ആൽപ്പ് മലനിരകളിലെ കുഴിയിൽ വീണു പോകുന്ന ഒരു മനുഷ്യനെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നതായിട്ട് സ്വയം ചിത്രീകരിക്കുക, സ്വയം ചിന്തിക്കുക, ഇമാജിൻ ചെയ്യുക. അല്ലെങ്കിൽ ഇമാജിൻ ദാറ്റ് യു ആർ എ ബോയ് അഗൈൻ, ഒരു കുട്ടിയാണെന്നും ഒരു യുദ്ധത്തിൽ വടംവലി, ടഗ് ഓഫ് വാർ എന്ന് പറഞ്ഞാൽ വടംവലിയാണ്, വടംവലിയിൽ ഉൾപ്പെട്ടിരിക്കണം. ഫ്രഞ്ചും ഇംഗ്ലീഷും തമ്മിലുള്ള ഒരു വടംവലി മത്സരമാണ്. ആ മത്സരത്തിൽ നിങ്ങൾ പങ്കെടുക്കുകയാണ് എന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രവൃത്തി ഇത്ര ദുഷ്കരമായി തോന്നുകയില്ല എന്ന്, അതായത് വലിപ്പ് തുറക്കുവാനുള്ള ഈ ശ്രമം ദുഷ്കരമായി തോന്നുകയില്ല, ദൈവത്തിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് തെറി വിളിക്കുവാനും തോന്നുകയില്ല എന്ന് പറയുകയാണ്. ഇത് പറഞ്ഞ ഉടൻ താൻ സ്ഥലം വിട്ടു എന്ന് ചെസ്റ്റർട്ടൺ പറയുകയാണ്. ഐ ഹാവ് നോ ഡൗട്ട് അറ്റ് ഓൾ ദാറ്റ് മൈ വേർഡ്സ് ഫോർ ദ ബെസ്റ്റ് പോസിബിൾ ഫ്രൂട്ട്. ഞാൻ പറഞ്ഞത് കൃത്യമായും അയാൾക്ക് ഫലം ചെയ്തിട്ടുണ്ടാകുമെന്ന് ചെസ്റ്റർട്ടൺ അതീവമായ വിശ്വാസത്തോടു കൂടി പറയുകയാണ്. അഗെയിൻ ഹി ഈസ് ബീങ് വെരി സർക്കാസ്റ്റിക്, വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞത് കൃത്യമായി ഫലിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. I have no doubt that every day of his life he hangs to the handle of that rod. ദിവസേന ഈ വലിക്കുന്ന സമയത്ത് അയാൾ
ഞാൻ പറഞ്ഞ വാക്കുകൾ ഓർക്കുകയും ഇത് വലിയൊരു കാര്യമായിട്ട് താൻ വളരെ മഹത്തരമായൊരു കാര്യം ചെയ്യുന്നതായിട്ട് സ്വയം അഭിനന്ദിക്കുകയും ചുറ്റുമുള്ളവർ തന്നെ അഭിനന്ദിക്കുന്നതായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നതായിട്ട് ചെസ്റ്റർട്ടൺ പറയുന്നു. ഹി ബിലീവ്സ് ദാറ്റ് ഹിസ് വേർഡ്സ് ബോർ ദ ബെസ്റ്റ് പോസിബിൾ ഫ്രൂട്ട്. ഇത്രയും പറഞ്ഞ് അദ്ദേഹം കൺക്ലൂഷനിലേക്ക് കിടക്കുകയാണ്. When he gets to the conclusion, he is going back to the first paragraph, what he said in the first paragraph. So I do not think that it is altogether fanciful or incredible to suppose that even the floods in London may be accepted and enjoyed poetically. Nothing beyond inconvenience seems really to have been caused by them, and inconvenience, as I have said, is only one aspect, and that the most unimaginative and accidental aspect of a really romantic situation. സോ പറഞ്ഞു വയ്ക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഈ ചിന്താഗതി ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ചെസ്റ്റർട്ടൺ പറയുന്നു, ദ കൈൻഡ് ഓഫ് തിങ്കിങ് ദാറ്റ് ഐ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് ടു യു നൗ, നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ ചിന്താഗതി വെച്ച് നോക്കുകയാണെങ്കിൽ ലണ്ടൻ ഫ്ലഡ് ചെയ്തു എന്ന് പറയുന്നത്, ലണ്ടനിൽ വെള്ളപ്പൊക്കമുണ്ടായി എന്ന് പറയുന്നത് ഇതുപോലൊരു മൈനർ ഇൻകൺവീനിയൻസ് മാത്രമാണ്, ചെറിയൊരു ബുദ്ധിമുട്ട്, മറ്റൊന്നുമില്ല. ഈ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് സാധാരണമായ ഒരു സിറ്റുവേഷൻ, വളരെ മനോഹരമായ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഏറ്റവും അൺഇമാജിനേറ്റീവ് ആയിട്ടുള്ള നമ്മളുടെ ചിന്താശേഷി ഉപയോഗിക്കാതെ നമ്മളൊരു വിഷയത്തെ നേരിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമാണ്, ഒരു പ്രശ്നം മാത്രമാണ് ഈ ഇൻകൺവീനിയൻസസ് ഒക്കെ എന്ന് ചെസ്റ്റർട്ടൺ പറയുന്നു. An adventure is only an inconvenience rightly considered. An inconvenience is only an adventure wrongly considered. The water that girdled the houses and shops of London must, if anything, have only increased the previous witchery and wonder. For as the Roman Catholic priest in the story said, wine is good with everything except water. And on a similar principle, water is good with everything except wine. ഇവിടെ ചെസ്റ്റർട്ടൺ പറയുന്നത് എന്താണ്? ദാറ്റ് ഇൻ എവറി ഇൻകൺവീനിയൻസ് ഈസ് ഓൺലി ആൻ അഡ്വഞ്ചർ റോങ്ലി കൺസിഡേർഡ്. വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ തെറ്റായി കാണുമ്പോൾ മാത്രമാണ് അതൊരു ബുദ്ധിമുട്ടായി നമ്മൾക്ക് തോന്നുന്നത്. പ്രായോഗിക ബുദ്ധിമുട്ടുകളെല്ലാം എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ അഡ്വഞ്ചർ റോങ്ലി കൺസിഡേർഡ്. All adventures are inconveniences rightly considered. നമ്മൾ ആവേശകരമായി നേരിടുന്ന എല്ലാ കാര്യങ്ങളും അഡ്വഞ്ചറസ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ ആവേശത്തോടു കൂടി നേരിടുന്ന എല്ലാ കാര്യങ്ങളും ശരിക്കും മറ്റൊരാളുടെ കണക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകളാണ്. പക്ഷെ നമ്മൾ അതിനെ ശരിയായ രീതിയിൽ നോക്കിക്കാണുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്കതിനെ അഡ്വഞ്ചറായിട്ട് തോന്നുന്നത് എന്നും, അതേപോലെ തെറ്റായി നമ്മൾ ഒരു കാര്യത്തിനെ വീക്ഷിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നതെന്നും അദ്ദേഹം പറയുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള വാദം. അപ്പോൾ അദ്ദേഹം പറയുന്നു, വെള്ളപ്പൊക്കം, ലണ്ടനിലെ വെള്ളപ്പൊക്കവും ഇതുപോലെയാണ്. സ്വാഭാവികമായ ലണ്ടൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ മാത്രമേ അതിന് സാധിക്കുന്നുള്ളൂ. അതിനെ ശരിയായ രീതിയിൽ നോക്കി കാണാത്തത് കൊണ്ട് മാത്രമാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നത്. കഥയിലെ പ്രീസ്റ്റ് പറയുന്നത് പോലെ വൈൻ ഇസ് ഗുഡ് വിത്ത് എവറിത്തിങ് എക്സെപ്റ്റ് വാട്ടർ. എന്തിൻ്റെ കൂടെയും വൈൻ ഭക്ഷിക്കാൻ സാധിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു, വെള്ളത്തിൻ്റെ കൂടെ അല്ലാതെ എന്തിൻ്റെ കൂടെയും. അതേപോലെ തന്നെ വാട്ടർ ഇസ് ഗുഡ് വിത്ത് എവറിത്തിങ് എക്സെപ്റ്റ് വൈൻ. അപ്പോൾ എന്തിൻ്റെ കൂടെ എന്ത് ചേർക്കുന്നു എന്നുള്ളതാണ് പ്രധാന വിഷയം എന്നാണ് ചെസ്റ്റർട്ടൺ പറയുന്നത്. നമ്മളൊരു സന്ദർഭത്തെ നേരിടുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ അതിനെ എന്തിനോ കൂടെയാണ് കൂട്ടിച്ചേർക്കുന്നത്. നമ്മൾ അതിനെ ഒരു ഇൻകൺവീനിയൻസ് ആയി കാണാൻ നോക്കിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഇൻകൺവീനിയൻസ് ആയി തന്നെ തുടരും. ഇഫ് യു ആർ പെയറിംഗ് ഇറ്റ് വിത്ത് റോങ് ഐഡിയാസ്, ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ് വിത്ത് എ റോങ് സെൻസ്, then it will be an inconvenience, but the same inconvenience will turn into an adventure the moment you start to pair it with the right ideas. കൃത്യമായ ചിന്തകൾ നമ്മൾ അതിന് കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ചിന്താഗതി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ബുദ്ധിമുട്ടിനെയും ഒരവസരമായി കാണുവാൻ, അഡ്വഞ്ചറായി കാണുവാൻ സാധിക്കും എന്നാണ് ചെസ്റ്റർട്ടൺ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഹി ഈസ് സെൻഡിങ് എ വെരി സീരിയസ് മെസ്സേജ് വിത്ത് എ വെരി ഹ്യൂമറസ് സോർട്ട് ഓഫ് ഔട്ട്ലുക്ക്. വളരെ തമാശ രീതിയിലാണ് പറയുന്നത്. പണക്കാരുടെ ഒരു സ്പോട്ടായിട്ട് തൊപ്പിയെ പിന്തുടരൽ, ഹാറ്റ് ഹണ്ടിങ് മാറുമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഹി ഈസ്
ബീയിങ് ഫണി. വളരെ തമാശ രൂപത്തിൽ മാത്രമാണ് അത് പറയുന്നത് എന്ന് നമുക്ക് ഒബ്വിയസ് ആയിട്ടും മനസ്സിലാക്കാം. പക്ഷെ അതിന് പിന്നിലൊരു യാഥാർത്ഥ്യമുണ്ട്. ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് സംതിങ് സീരിയസ്. ഹി ഈസ് സെയിങ് ദാറ്റ് മോസ്റ്റ് ഇൻകൺവീനിയൻസ്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പൊതുവെ ബുദ്ധിമുട്ടായിട്ട് നമ്മളെ അലോസരപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമ്മൾ കൃത്യമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതിനെ ശരിയായ രീതിയിൽ നോക്കി കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ ചിന്താഗതി അല്പം മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനെയൊക്കെ അവസരങ്ങളായിട്ടും അതിനെയൊക്കെ സ്വാഭാവികമായിട്ടും കാണുവാൻ സാധിക്കുമെന്ന് ചെസ്റ്റർട്ടൺ പറഞ്ഞു വയ്ക്കുന്നു. ഹി ഹാസ് എ വെരി സീരിയസ് മെസ്സേജ് ദാറ്റ് every every inconvenience is actually an adventure waiting to be discovered through our imagination. This is the message that he is giving, a serious message that he is giving with a very humorous sort of worldview. Okay, there are a few questions I have attached here. Now, I have yeah, how does Chesterton assert that the most coming things are most worth doing? Sorry, most troubling things are most worth doing. Okay, so he says that the entire things that he says, right? Most comic things are most worth doing. Sorry, please correct it when you read it. Most comic things are most worth doing. We have just discussed that. Similarly, the most effective way to run after your hat, he also talks about that. And I have mentioned Chesterton's use of paradox. This is an idea that chasing after one's hat can be a very gentlemanly thing, or that floods in London can be a romantic thing. So these are paradoxical ideas, but he is presenting a logic behind his argument and saying that, look, this is actually a rational thing to do, rational thing to think. And that is exactly his use of paradox. So thank you for listening to these two lectures on Chesterton's essay. We will meet. You can ask, if you have any questions, you can send me a message in the group or privately, or you can even ask me questions when we meet in a live class to discuss this further. So looking forward to your thoughts and questions on this essay. Thank you for listening.